കർത്താവിൻ്റെ ദിവ്യ സാന്നിധ്യത്തിലേക്ക് നിങ്ങളെ എല്ലാവരെയും സന്തോഷത്തോടും സ്നേഹത്തോടും ആദരവോടും കൂടെ ഞാൻ ക്ഷണിക്കുന്നു, സ്വാഗതം ചെയ്യുന്നു. കർത്താവിൻ്റെ പുതിയ 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 പാഠങ്ങളിലേക്ക്, ദൈവം പഠിപ്പിക്കുന്ന, യേശു പഠിപ്പിക്കുന്ന പുതിയ പുതിയ പാഠങ്ങളിലേക്ക് ഞാൻ നിങ്ങളെ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. കർത്താവിൻ്റെ ഒരു പ്രത്യേകത അതാണ്, എപ്പോഴും പുതിയ കാര്യങ്ങൾ ഇങ്ങനെ പഠിപ്പിച്ചുകൊണ്ടേയിരിക്കും, പുതിയ കാര്യങ്ങൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കും. ഇത് കേൾക്കാൻ കൊതിയുള്ള ഒരു കൂട്ടം ജനമാണ് യേശുവിൻ്റെ പുറകെ ഓടിയത്. സൗഖ്യം പ്രാപിക്കാൻ ഒരു കൂട്ടം ജനം ഓടി, വിടുതൽ പ്രാപിക്കാൻ ഒരു കൂട്ടം ജനം ഓടി, കാര്യം കാണാൻ ഒരു കൂട്ടം ജനം ഓടി. പക്ഷെ പുതിയ കാര്യങ്ങൾ കേൾക്കാനും ഞാൻ വിശ്വസിക്കുന്നു പുതിയ കാര്യങ്ങൾ കേൾക്കാനും ഒരു കൂട്ടം കൊതിയന്മാർ ഉണ്ടായിരുന്നു. കർത്താവിൻ്റെ അധരത്തിൽ നിന്ന് പുറത്തു വരുന്ന വാക്ക് കേൾക്കാൻ ഒരു കൂട്ടം കൊതിയന്മാരെ ദൈവം ഒരുക്കിയെടുക്കും. ലുദിയ ഒരു വിടുതലിന് വേണ്ടിയിട്ടല്ല കേട്ടോ, കർത്താവിൻ്റെ വചനം കേൾക്കാൻ പത്രോസ് പ്രസംഗിച്ചപ്പോൾ പോയിരുന്നു. ഒരു വിടുതലിനും അല്ല, ആയിരിക്കാം, പക്ഷേ പോയി കേട്ടോണ്ടിരുന്നു എന്നാ വചനം പറയുന്നത്. ദൈവത്തിൻ്റെ വചനം കേട്ടോണ്ടിരുന്നു. പുതിയ കാര്യങ്ങൾ എന്തോ പത്രോസിന്ന് ഇങ്ങനെ പുറപ്പെട്ടപ്പോഴാണ് ലുദിയ അതിലേക്ക് തന്നെ ഡെഡിക്കേറ്റ് ചെയ്ത്, തന്നെ സമർപ്പിച്ചു കൊടുത്ത്, തന്നെ വെച്ചു കൊടുത്ത്, മറ്റെല്ലാ കാര്യങ്ങളും, തൻ്റെ ബിസിനസ്സും എല്ലാം മറന്ന് പുതിയ എന്തോ കാര്യങ്ങളിലേക്ക് തന്നെ സമർപ്പിച്ചു കൊടുത്തപ്പോൾ ഒരു ഓപ്പണിംഗ് ഉണ്ടായി. ദൈവവചനം കേൾക്കുമ്പോൾ നിങ്ങളെ തന്നെ ഡെഡിക്കേറ്റ് ചെയ്ത് കൊടുക്കണം. നിങ്ങളെ തന്നെ ഡെഡിക്കേറ്റ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ ഡെഡിക്കേറ്റ് ചെയ്യുമ്പോഴാണ് ഓപ്പണിംഗ് സംഭവിക്കുന്നത്. ഞാൻ പ്രവചിക്കുന്നു, ഇന്ന് അസാധാരണമായ ഓപ്പണിംഗ് നടക്കാൻ പോകുന്ന ദിവസങ്ങളാണ്. നിങ്ങൾ കേട്ട വചനങ്ങളായിരിക്കാം ഇന്ന് ശുശ്രൂഷിക്കുന്നത്, പക്ഷേ അസാധാരണമായ ഓപ്പണിംഗ് നടക്കത്തക്ക നിലയിൽ തുറക്കുന്നവൻ്റെ കരം ഇന്ന് സ്വർഗത്തിൽ നിന്ന് നീട്ടിയിരിക്കും. വിശ്വസിക്കുന്നവർ മാത്രം ഒരു ആമേൻ പറയട്ടെ. ആമേൻ, ഹല്ലേലൂയ. സ്തോത്രം ചെയ്യുമ്പോൾ, സ്തുതിക്കുമ്പോൾ തുറവികൾ സംഭവിക്കും. സ്തോത്രം ചെയ്യുമ്പോൾ പ്രവർത്തികൾ സംഭവിക്കും. സ്തോത്രം ചെയ്യുമ്പോൾ ജയത്തിൻ്റെ ആരവങ്ങൾ ഉയരും. തെസ്സലോനിക്കർക്ക് 1-ാമത്തെ ലേഖനം പൗലോസ് എഴുതിയപ്പോൾ 5-ാമത്തെ അധ്യായം, തെസ്സലോനിക്കർക്ക് പൗലോസ് 1-ാമത്തെ ലേഖനം എഴുതിയപ്പോൾ അതിന് 5-ാമത്തെ അധ്യായം 15 മുതലുള്ള വാക്യങ്ങൾ നിങ്ങളൊന്ന് വായിച്ചു നോക്കി. ആരും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതിരിപ്പാൻ നോക്കുവിൻ, തമ്മിലും എല്ലാവരോടും എപ്പോഴും നന്മ ചെയ്തുകൊണ്ടിരിപ്പിൻ. 16-ാമത്തെ വാക്യം, എപ്പോഴും സന്തോഷിപ്പിൻ. അതൊരു വാക്യമായിട്ടായിട്ടേക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചോ? അത് ഒരു വാക്യമായിട്ടായിട്ടേക്കുന്നത്. എപ്പോഴും സന്തോഷിപ്പിൻ. റിജോയ്സ് എവർമോർ, അല്ലെങ്കിൽ റിജോയ്സ് ഓൾവേസ്. KJVയിൽ റിജോയ്സ് എവർമോർ എന്നാണ് കിടക്കുന്നത്. അതൊരു വാക്യമായിട്ടേക്കുന്നത്. നെക്സ്റ്റ്, ഇടവിടാതെ പ്രാർത്ഥിപ്പീൻ. നിങ്ങൾ ശ്രദ്ധിച്ചേ, അതൊരു 17-ാമത്തെ ഒരു വാക്യമായിട്ട് അതിട്ടേക്കുന്നത്. പ്രേ വിത്തൗട്ട് സീസിങ്, ഇടവിടാതെ പ്രാർത്ഥിപ്പീൻ. 18-ാമത്തെ വാക്യം, എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവീൻ. ഇതല്ലോ നിങ്ങളെക്കുറിച്ച് ക്രിസ്തുയേശുവിൽ ദൈവേഷ്ടം. അത് ഒരു വാക്യമായിട്ട് ഇട്ടേക്കുന്നത്. 18-ാമത്തെ വാക്യം അത്യാവശ്യം ഒരു നീളമുള്ള വാക്യമായതുകൊണ്ട് അതിശയോക്തിയില്ല. പക്ഷേ എപ്പോഴും സന്തോഷിപ്പിൻ എന്ന വാക്യത്തിൻ്റെ കൂടെ ഒരു കോമായിട്ടിട്ട് ഇടവിടാതെ പ്രാർത്ഥിപ്പീൻ എന്നിട്ടാലും നമ്മൾ അങ്ങനെ തന്നെ പഠിക്കും, വായിക്കും, ഏറ്റെടുക്കും. പക്ഷേ ഓരോന്നും ഒരു വാക്യത്തിനകത്തിടണമെന്നുണ്ടെങ്കിൽ അതിനകത്ത് ശ്രദ്ധിക്കപ്പെടേണ്ടതാകുന്ന എന്തൊക്കെയോ മർമ്മങ്ങൾ ആ വാക്യത്തിൻ്റെ പുറത്ത് പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ദൈവമക്കളുടെ ജീവിതം ഏറ്റവും അധികം ദണ്ഡിക്കപ്പെടുന്ന മേഖല ഏതാണെന്ന് ചോദിച്ചാൽ സന്തോഷത്തിൻ്റെ മേഖലയാണ്. പ്രാർത്ഥിക്കുന്നവൻ്റെയും പ്രാർത്ഥിക്കാത്തവൻ്റെയും ജീവിതം എടുത്ത് ഞാൻ വെച്ചു പറഞ്ഞാലും
ഈശ്വര വിശ്വാസിയുടെയും നിരീശ്വരവാദിയുടെയും ജീവിതം ഒരുമിച്ചെടുത്ത് വെച്ച് ഞാൻ പറഞ്ഞാലും, ഒരു ക്രൈസ്തവന്റെയും അക്രൈസ്തവന്റെ ജീവിതം ഞാൻ എടുത്തു വെച്ച് പറഞ്ഞാലും, ഒരു മനുഷ്യന്റെ നേരെ, ഏതൊരു മനുഷ്യന്റെ നേരെയും, അത് വിശ്വാസിയുടെ ആണെങ്കിലും വിശ്വാസിയുടേതല്ലെങ്കിലും, ഒരു മനുഷ്യന്റെ നേരെ ഏറ്റവും കൂടുതൽ സാത്താനിക ആക്രമണങ്ങൾ ഉണ്ടാകുന്നത് സന്തോഷത്തിന്റെ നേരെയും സമാധാനത്തിന്റെ നേരെയുമാണ്. നിങ്ങൾ ഏത് മനുഷ്യന്റെ ജീവിതത്തിലേക്ക് കയറി കടന്ന് നിങ്ങൾ ചോദിച്ചാലും പറയും, അവരുടെ ജീവിതത്തിന്റെ പ്രശ്നം, ഒരു വിള്ളൽ അനുഭവിക്കുന്നത് തുടക്കം സന്തോഷത്തിലായിരിക്കും. ആ സന്തോഷം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ബാക്കി എല്ലാറ്റിൻ്റെ മേലും ആ മങ്ങൽ പ്രതിഫലിച്ചുകൊണ്ടേയിരിക്കും. എന്നാൽ ഇവിടുന്ന് തിരിച്ചിട്ടൊന്ന് പ്രാർത്ഥിച്ചാൽ, തിരിച്ചിട്ടൊന്ന് സംസാരിച്ചാൽ, നോക്കിക്കേ, നിങ്ങളെക്കുറിച്ചുള്ള ദൈവേഷ്ടം ആദ്യം ഇടാം, രണ്ടാമത് എപ്പോഴും ഇടവിടാതെ പ്രാർത്ഥിപ്പിനിടാം, മൂന്നാമത് എപ്പോഴും സന്തോഷിപ്പിനിടാം. അങ്ങനെ ഇട്ടാലും തെറ്റൊന്നുമില്ല ഈ വാക്യത്തിൽ. പക്ഷേ പൗലോസ് ആദ്യം രേഖപ്പെടുത്തിയത് എപ്പോഴും സന്തോഷിപ്പിനെന്നുള്ളതാണ്. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ, പൗലോസ് ആ ഒരു വാക്യം അവിടെ ഇടണമേ. അതൊരു വാക്യത്തിൻ്റെ അകത്ത് ദൈവാത്മാവ് ഫ്രെയിം ചെയ്തു വെക്കണം എന്നുണ്ടെങ്കിൽ, സന്തോഷമുണ്ടെങ്കിൽ മാത്രം ഉരുത്തിരിഞ്ഞു വരുന്ന ചില കാര്യങ്ങളുമുണ്ട്. സന്തോഷം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മറ്റൊരു വ്യക്തിയോട് കൂടെ സന്തോഷിക്കാൻ പറ്റത്തുള്ളൂ. സന്തോഷം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പുറത്തൊരു ഔട്ടിങ് പോകാൻ തോന്നത്തുള്ളൂ. സന്തോഷം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യാനൊരു ഊർജം ഉണ്ടാകത്തുള്ളൂ. സന്തോഷം എന്നൊന്ന് ജീവിതത്തിൽ മങ്ങിക്കിടന്നു കഴിഞ്ഞാൽ സന്തോഷിക്കുന്നവരെ കണ്ടാൽ പോലും ചിലപ്പോൾ നമുക്ക് അസ്വസ്ഥത വന്നെന്നിരിക്കും. ഇതിനകത്ത് അങ്ങനെ ആരുമില്ല, ഞാനടക്കമുള്ളവർക്ക് അങ്ങനെ ഒരു പ്രശ്നമില്ല. പക്ഷേ ചിലർക്ക് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ട് എന്നും കൂടെ ഞാൻ എടുത്തു പറയട്ടെ. നമ്മൾ ദുഃഖിച്ചിരുന്നാൽ, നമ്മൾ സന്തോഷമില്ലാതിരുന്നാൽ, മറ്റാരെങ്കിലും പൊട്ടിച്ചിരിക്കുന്നതോ സന്തോഷിക്കുന്നതോ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ആകെ മൊത്തം ഒരു അസ്വസ്ഥത ഉണ്ടാകുന്ന ഒരു അനുഭവം ഉണ്ടെങ്കിൽ അതിന് പറയുന്ന പേരാണ് അസൂയയുടെ ആത്മാവ്. തമാശ പറഞ്ഞതല്ല. സന്തോഷമില്ലാത്ത ഒരു ഹൃദയത്തിൻ്റെ അകത്ത് ദൈവത്തിൻ്റെതല്ലാത്ത ആത്മാവ് പ്രവേശിക്കും. ക്ലിയർ ആയിട്ട് മനസ്സിലാക്കണം. സന്തോഷമില്ലാത്ത ഒരു ഹൃദയത്തിൻ്റെ അകത്ത്, വൃത്തിയില്ലാത്ത ഒരു വീടിനകത്ത് ഈച്ച തുടങ്ങി പല ജീവികളും പ്രവേശിക്കുമെങ്കിൽ, വൃത്തിയില്ലാത്തൊരു വീടിനകത്ത് ദുർഗന്ധം നിലനിൽക്കുമെങ്കിൽ, സന്തോഷമില്ലാത്ത ഒരു ഹൃദയത്തിൻ്റെ അകത്ത് ദൈവത്തിൻ്റെതല്ലാത്ത ആത്മാക്കൾ, സ്വർഗത്തിൽ നിന്ന് വലിച്ചെറിയപ്പെട്ട ആത്മാക്കൾ, വീണുപോയ ആത്മാക്കൾ പ്രവേശിക്കും. പൗലോസ് പ്രാർത്ഥിക്കുന്നതിന് മുൻപേ ആദ്യം പ്രകാശം വരുത്താൻ പറഞ്ഞത് മനസ്സിനാണ്. സന്തോഷം കൊണ്ട് നിങ്ങളെ നിറപ്പിൻ, എപ്പോഴും സന്തോഷിപ്പിൻ, റിജോയ്സ് എവർ മോർ, റിജോയ്സ് ഓൾവേസ്. എപ്പോഴും നിങ്ങൾക്ക് പരമാവധി നിങ്ങൾ സന്തോഷിപ്പിൻ. എങ്ങനെ സന്തോഷിക്കാനാ പറഞ്ഞത്? എപ്പോഴും സന്തോഷിപ്പിൻ, ഇടവിടാതെ പ്രാർത്ഥിപ്പിൻ. രണ്ട് കാര്യവും പ്രാധാന്യമുണ്ട്. 3, എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവിൻ. സ്തോത്രം ചെയ്യാൻ പറഞ്ഞപ്പോൾ പൗലോസ് അവിടെ പറയുക എല്ലാ കാര്യത്തിനും സ്തോത്രം ചെയ്യണോ. നിങ്ങൾ ദാവീദിന്റെ ജീവിതത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ, സ്തുതി കൊണ്ട് ശത്രുവിനെ നേരിട്ട വേറൊരു മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല. സ്തോത്രം കൊണ്ട് ശത്രുവിനെ നേരിട്ട ഒരു മനുഷ്യനെ ഞാൻ വേറെ കണ്ടിട്ടില്ല. എല്ലാവരും, തിരുവെഴുത്തിനകത്തുള്ള എല്ലാവരും കർത്താവിനോട് പ്രാർത്ഥിക്കുന്ന വ്യക്തികളൊക്കെ തന്നെ ആയിരുന്നു, ദൈവസ്നേഹമുള്ളവർ തന്നെ ആയിരുന്നു, അഭിഷേകമുള്ളവരൊക്കെ തന്നെ ആയിരുന്നു. പക്ഷേ ദാവീദിനെ പോലെ അത്രയും ശത്രുക്കളുള്ള വേറെ വ്യക്തികളുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ബൈബിൾ വായിക്കുമ്പോൾ ദാവീദിനെ പോലെ ശത്രുക്കൾ വളഞ്ഞ, കൂടെ നിന്ന് പ്രയോജനം ഉണ്ടായി, തന്നെ കൊണ്ടൊരു പ്രയോജനം ഉണ്ടായ ശൗല് പോലും അസൂയ പൂണ്ട് ദാവീദിനെ കൊന്നുകളയാൻ തക്കം പാത്ത് നടന്നു, ഇല്ലേ? അപ്പോൾ കൂടെ തോളത്ത് കൈയിട്ടുകൊണ്ടിരുന്ന വ്യക്തി പോലും അവിചാരിതമായി ശത്രുസ്ഥാനത്തേക്ക് തിരിഞ്ഞ ഒരവസ്ഥ ദാവീദിന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. പക്ഷേ ആള് നാടുവിട്ട് ഓടിയൊന്നുമില്ല. സകലത്തെയും സ്തോത്രം കൊണ്ട് നേരിട്ടു. ഞാൻ ആത്മാവിലൊരു കാര്യം നിങ്ങളോട് പറയാം. നമ്മുടെ അധരത്തിലേക്ക് കർത്താവ് തന്നിരിക്കുന്ന ഈ ഒരു പദം ഉണ്ടല്ലോ, സ്തോത്രം. നമ്മൾ വെറുതെ നമ്മുടെ നാവ് മോളിത്തൊട്ട് നമ്മൾ അതിനെ കളയുക. പക്ഷെ അതിനകത്ത് വ്യാപരിക്കുന്ന ഒരാത്മീയ ശക്തി ഇന്ന് ഈ മെസ്സേജിലൂടെ നിങ്ങൾ അറിയാതെ പോകരുത്.
ഇന്നത്തെ ഈ മെസ്സേജിലൂടെ നിങ്ങൾ അറിയാതെ പോകരുത്. പ്രാർത്ഥിക്കാൻ അറിയാത്ത അമ്മാമ്മമാർ, പ്രാർത്ഥിക്കാൻ അറിയാത്ത അമ്മമാർ, വിദ്യാഭ്യാസമില്ലാത്ത അമ്മമാർ, വിദ്യാഭ്യാസമില്ലാത്ത അപ്പച്ചന്മാർ, സ്കൂളിൽ പോകാൻ ആഗ്രഹമുണ്ടെങ്കിലും പഠിപ്പിക്കാൻ തൻ്റെ അമ്മയപ്പന്മാർക്ക് കഴിവില്ലാത്തത് കൊണ്ട് സ്കൂളിൽ വിടാതെ കൂടെ നിർത്തി വീട്ടുപണിയും മറ്റുമൊക്കെ ചെയ്യിച്ചിട്ട് കാലം പോകവേ അവരൊക്കെ മൺമറഞ്ഞതിന് ശേഷം കാലം പോകവേ കർത്താവിനെ പ്രാർത്ഥിക്കാനും ആരാധിക്കാനും ഒക്കെ കൊതിമൂത്ത ആലയത്തിലൊക്കെ കയറി ചെന്ന് സ്തോത്രം 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 മാത്രം പറയാൻ കഴിയുമായിരുന്ന അമ്മമാർ ജീവിച്ചിരുന്ന ഭൂമിയിലാണ് നമ്മളും ജീവിക്കുന്നത്. മുത്തശ്ശിമാർ, അമ്മാമ്മമാർ, അപ്പച്ചന്മാർ, അവർക്ക് നമ്മളെപ്പോലെ ഒന്നും പ്രാർത്ഥിക്കാൻ അറിഞ്ഞുകൂടാ. അവർക്കറിയാം എന്താണെന്നറിയോ, നമ്മളെക്കാൾ നന്നായി ഉപവസിക്കാൻ അറിയാം. ഭക്ഷണത്തോട് വെല്ലുവിളിച്ച്, വിശപ്പിനോട് വെല്ലുവിളിച്ച്, വയറ് മുറുക്കി കെട്ടി മുട്ടുമടക്കി നമ്മളെക്കാൾ ഒത്തിരി മണിക്കൂറുകൾ ഇരിക്കാൻ അവർക്കറിയാം. നമുക്ക് ഇംഗ്ലീഷ് പറയാൻ അറിയായിരിക്കും, പക്ഷെ നമ്മളിരിക്കുന്നേക്കാൾ നന്നായിട്ട് അവർക്ക് മുട്ടുമടക്കി ഇരിക്കാൻ അറിയാം. നമ്മൾ കൈയടിക്കുന്നതിനേക്കാൾ ഒച്ചത്തിൽ അവർക്ക് കൈയടിക്കാൻ അറിയാം. 3 നേരവും 4 നേരവും ഭക്ഷിക്കുന്ന നമുക്കത്ര ആരോഗ്യമില്ല. നമ്മൾ പ്രാർത്ഥിക്കുന്നത്ര അവർക്ക് അറിഞ്ഞുകൂടാ, പക്ഷെ നമ്മൾ ആരാധിക്കുന്നതിനേക്കാൾ നന്നായി അവരാരാധിക്കും. ഓർക്കണം. പക്ഷെ നമ്മൾ പ്രാർത്ഥിക്കുന്ന പോലെയൊന്നും ഫ്രെയിം ചെയ്ത് അവർ പ്രാർത്ഥിക്കത്തില്ല. അവരുടെ അധരത്തിൽ ഒന്ന് മാത്രമേ വരത്തുള്ളൂ, സ്തോത്രം 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 സ്തോത്രം. കാര്യം എന്നാ? ബാക്കി പ്രാർത്ഥിക്കാൻ അറിഞ്ഞുകൂടാ. 4 മൊഴി മര്യാദയ്ക്ക് ആൾക്കാരുടെ മുമ്പിൽ പ്രാർത്ഥിക്കാൻ അറിഞ്ഞുകൂടായിരിക്കും, പക്ഷേ അവരുടെ സ്തോത്രത്തിനകത്ത് ബന്ധനങ്ങൾ പൊട്ടിയ ചരിത്രം ഞാൻ കേട്ടിട്ടുണ്ട്. അവര് മുട്ടുമടക്കി സ്തോത്രം 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 മാത്രം പറയുമ്പോൾ ചങ്ങലകൾ പൊട്ടിയ ചരിത്രം ഞാൻ കേട്ടിട്ടുണ്ട്. എൻ്റെ ജീവിതത്തിലെ അനുഭവമാ. ഒരു മുത്തശ്ശി വീട്ടിൽ വന്നിരുന്ന് സ്തോത്രം സ്തോത്രം, പ്രാർത്ഥനയെക്കാളേറെ സ്തോത്രമാ പറയുന്നത്. അടുത്ത വാക്ക് പ്രാർത്ഥിക്കാൻ കിട്ടാത്തപ്പോൾ സ്തോത്രം പറഞ്ഞ് അതിനെ ഫില്ല് ചെയ്യും. പിന്നെ ആ വാക്ക് കിട്ടുമ്പോൾ പ്രാർത്ഥിക്കും. അടുത്ത വാക്ക് പ്രാർത്ഥിക്കാൻ കിട്ടാത്തപ്പോൾ സ്തോത്രം പറഞ്ഞ് ഫില്ല് ചെയ്യും. അടുത്ത വാക്ക് കിട്ടുമ്പോൾ പ്രാർത്ഥിക്കും. അടുത്ത വാക്ക് വീണ്ടും സ്തോത്രം കൊണ്ട് അങ്ങനെ സ്തോത്രം 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 പറഞ്ഞ് 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 കർത്താവ് തെരഞ്ഞെടുത്തൊരു വ്യക്തിയാണ് ഞാനും. അയലൊക്കത്തൊരു മുത്തശ്ശിയാ, വിദ്യാഭ്യാസം കുറവുള്ളൊരു മുത്തശ്ശിയാ. സ്തോത്രം പറഞ്ഞ് ദൈവത്തോട് ഏൽപ്പിച്ചിട്ട് ഈ മകൻ ഇന്നവരില്ല, ഞാൻ ശുശ്രൂഷിക്കുന്നത് കാണാൻ ഇന്ന് ആ അമ്മയില്ല, ആ മുത്തശ്ശിയില്ല. പക്ഷേ പ്രാർത്ഥിച്ചപ്പോൾ സ്വർഗം ആ പ്രാർത്ഥന കേട്ടെങ്കിൽ ഇന്ന് ആത്മാവിൽ ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം. പ്രാർത്ഥിക്കാൻ അറിഞ്ഞുകൂടാന്ന് പറയുന്നവരുണ്ടായിരിക്കാം, എനിക്ക് നിങ്ങളെപ്പോലെ ഒന്നും പ്രാർത്ഥിക്കാൻ അറിഞ്ഞുകൂടാന്ന് പറയുന്നവരുണ്ടായിരിക്കാം, എനിക്ക് അന്യഭാഷയില്ല എന്ന് പറയുന്നവരുണ്ടായിരിക്കാം. സ്തോത്രം എന്ന യാഗം അർപ്പിക്കുന്നവൻ എന്നെ മഹത്വപ്പെടുത്തുന്നു എന്ന് ദൈവം പറഞ്ഞെങ്കിൽ അതിലും വലിയ ഒരു പ്രാർത്ഥന അന്യഭാഷയൊന്നും ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. സ്തോത്രം എന്നത് സ്വർഗത്തിൻ്റെ ഒരു മറുഭാഷയാ മോനെ. സ്തോത്രം എന്നത് സ്വർഗത്തിൻ്റെ ഒരു മറുഭാഷയാ. ഇന്ന് ആത്മാവിൽ ആർക്കെങ്കിലുമൊക്കെ ഒന്ന് സ്തോത്രം കർത്താവെന്നെങ്കിലും പറയാൻ പറ്റുമെങ്കിൽ, സ്തോത്രം കർത്താവെന്നെങ്കിലുമൊക്കെ ഒന്ന് പറയാൻ പറ്റുമെങ്കിൽ ഒന്ന് വായി തുറന്ന് പറഞ്ഞു തുടങ്ങുമ്പോൾ എനിക്ക് വ്യക്തമായിട്ട് അറിയാം, ശത്രുവിന്റെ കാത് അവൻ താനേ പൊത്തിക്കോളും. സ്തോത്രം എന്ന യാഗമാണത്. അത് യാഗമാണ്. യാഗത്തിന്റെ പ്രത്യേകത എന്താണ്? അതിൻ്റെ അകത്ത് തീയുണ്ട്. സ്തോത്രം എന്ന തീ അർപ്പിക്കുന്നവൻ, സ്തോത്രം എന്ന യാഗം അർപ്പിക്കുന്നവൻ ദൈവത്തെ മഹത്വപ്പെടുത്താൻ പുതിയ ലിപി കണ്ടെത്തണ്ട. സ്തോത്രം എന്ന യാഗം അർപ്പിക്കുന്നവൻ എന്നെ മഹത്വപ്പെടുത്തുന്നു. ആമേൻ. ആ യാഗത്തിന്റെ അകത്തൊരു തീയുണ്ടെങ്കിൽ ആ തീക്കകത്ത് ദഹിക്കേണ്ടതും എരിയേണ്ടതുമാകുന്ന ചിലതും ഉണ്ടായിരിക്കും. ഇത് ആത്മാവിൽ തിരിച്ചറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കർത്താവിനോട് പറ, കർത്താവേ അങ്ങേക്ക് സ്തോത്രം. ഹല്ലേലൂയ. ദാവീദിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ദാവീദിനേക്കാൾ ശത്രുക്കൾ ആർക്കും ഇല്ല. ഉണ്ടെന്ന് കരുതുന്നില്ല. ഇല്ല എന്നല്ല, ഉണ്ടെന്ന് കരുതുന്നില്ല. അപ്പൊ ദാവീദ് എല്ലാത്തിനെയും നേരിട്ടത് സ്തോത്രം കൊണ്ടാണ്. എന്ത് കാര്യത്തിനും ദൈവസന്നിധി പ്രാർത്ഥിക്കും, എന്ത് കാര്യത്തിനും സ്തോത്രം ചെയ്യും. ഭക്തന്മാരൊക്കെ അങ്ങനെയാണ്. അന്യഭാഷ ഇല്ലാതെ ആരെങ്കിലുമൊക്കെ വിഷമിക്കുന്നേ കേട്ടോ, ഞാൻ സ്വർഗത്തിൽ നിന്നുള്ള ഒരു അന്യഭാഷയെക്കുറിച്ചായി പറഞ്ഞേ. സ്തോത്രം എന്നത് ദൈവത്തിങ്കൽ നിന്ന് ദൈവം തന്നതുകൊണ്ട് നമുക്ക് ലഭിച്ചൊരു വാക്ക സ്തോത്രം. സാത്താൻ സ്തോത്രം ചെയ്യത്തില്ല. സാത്താന് സ്തോത്രം ചെയ്യാൻ മടിയാ. നിങ്ങൾക്ക് ആർക്കെങ്കിലും സ്തോത്രം ചെയ്യാൻ മടി ഉണ്ടെങ്കിൽ ഓർത്തോ,
നമ്മൾ ആ വാക്കിന്റെ വൃത്തി കളഞ്ഞു. സ്ഥാനത്തും അസ്ഥാനത്തും ഒക്കെ ഉപയോഗിക്കാവുന്നവരും ഉപയോഗിച്ചുകൂടാത്തവരും എടുത്ത് ആ വാക്കിനെ വേറെ വാക്കാക്കിയൊക്കെ പറഞ്ഞ് ആ വാക്കിന്റെ വൃത്തി കളഞ്ഞു. പക്ഷേ ഓർത്തോ, ആ വാക്കിന് എന്തോ സ്വർഗം പ്രത്യേക മാനം കൊടുക്കുന്നത് കൊണ്ടാണ് പലർക്കും അതിനെ വികലമാക്കി സംസാരിക്കാൻ തോന്നുന്നത്. നിങ്ങളെന്ന മാവിന്മേൽ മാങ്ങായുള്ളത് കൊണ്ടാണ് പലരും എറിയാൻ കല്ലെടുത്ത് ഉന്നം നോക്കുന്നത്. ഹല്ലേലൂയ. ആ വാക്കിന്, സ്തോത്രം എന്ന വാക്കിന് ദൈവമിട്ടിരിക്കുന്ന എന്തോ മൂല്യമുള്ളത് കൊണ്ടാണ് ആ വാക്കിന് വേണ്ടത്ര മാനം ഇന്ന് ലഭിക്കാതെ പോകുന്നത്. പക്ഷേ ഹല്ലേലൂയായ്ക്ക് മാനമുണ്ട്, ഇല്ലാന്ന് ഞാൻ പറയത്തില്ല. പ്രൈസ് ദ ലോർഡ് മാനമുണ്ട്, ഇല്ലാന്ന് ഞാൻ പറയത്തില്ല. പക്ഷെ സ്തോത്രം നമ്മൾ എത്ര പ്രാവശ്യം ഒരു ദിവസം നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെന്ന് ചിന്തിക്കുന്നത് നല്ലത്. സ്തോത്രം എന്ന യാഗം അർപ്പിക്കുന്നവൻ എന്നെ മഹത്വപ്പെടും. ദൈവം മഹത്വപ്പെടത്തക്ക അത്രയും ആഴമേറിയ ഒരു ഡെപ്ത് സ്തോത്രം എന്ന വാക്കിനുണ്ട്. അപ്പോൾ സ്തോത്രം എന്ന വാക്കിന് ഇസ്രായേൽ മക്കളും അങ്ങനെ തന്നെ സ്തോത്രം ചെയ്ത് ചുറ്റി നടന്നപ്പോഴാണ് യെരിഹോവിന്റെ മതിലിടിഞ്ഞത്. അപ്പൊ മതിലിടിയത്തക്ക ഒരു സ്വർഗീയ ശക്തി നിറഞ്ഞിരിക്കുന്ന ഒരു പദമാണ് സ്തോത്രം. എല്ലാ നാവിലും അത് വരത്തുമില്ല. ആമേൻ വരും, എപ്പോഴും വരും. എളുപ്പമാ പറയാൻ, ആമേൻ ആമേൻ ആമേൻ, നമുക്ക് എളുപ്പമാ. പക്ഷെ സ്തോത്രം എത്ര അധരങ്ങളിൽ വരും. സ്തോത്രം മാത്രം ചെയ്ത് എത്ര പേർ വിടുതൽ ഏറ്റെടുത്തിട്ടുണ്ടെന്ന് അറിയാമോ? പ്രാർത്ഥനയില്ല, ഒരു വിഷയത്തെ എടുത്തു വെച്ചിട്ട് ആ വിഷയത്തിന്മേൽ കൈവച്ച് സ്തോത്രം ചെയ്യും. ഏറ്റവും കൂടുതൽ സ്തോത്രം ചെയ്ത് എഴുന്നേക്കുമ്പോൾ ആ വിഷയത്തിന് വിടുതലാണ്. ഇതിനകത്ത് അനുഭവമുള്ള ഒരുപാട് പേരുണ്ട്, എനിക്കറിയാം. കർത്താവേ, ചില സന്ദർഭങ്ങളിൽ നമുക്കൊന്നും പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല. വിഷമത്തിന്റെ ആധിക്യം കൊണ്ട് നാവ് വേറൊരു ലാംഗ്വേജിലേക്ക് തിരിയത്തില്ല. പ്രാർത്ഥിക്കാനൊന്നും നമുക്ക് പരിശുദ്ധനായ ദൈവമേ എന്നൊക്കെ പറഞ്ഞ് കർത്താവിനെ സോപ്പിടാനൊന്നും നാക്ക് തിരിയത്തില്ല. അന്നേരം കർത്താവേ സ്തോത്രം, ദൈവമേ സ്തോത്രം, പിതാവേ സ്തോത്രം, അപ്പാ സ്തോത്രം എന്ന് പറയാൻ മാത്രമേ പറ്റുന്ന എത്ര പേരുണ്ടാവും ഇന്ന് ഈ മെസ്സേജ് കേൾക്കുന്നവർക്കകത്ത്? അങ്ങനെ മാത്രമേ പറയാൻ പറ്റിയിട്ടുള്ള എത്ര പേരുണ്ടാവും? പക്ഷെ ദൈവമക്കളെ, അങ്ങനെ സ്തോത്രം പറഞ്ഞത് നഷ്ടമായോ ലാഭമായോ? സ്തോത്രം ചെയ്തത് ലാഭമായവരാണ് ഇതിനകത്തുള്ളത്. അപ്പൊ ദാവീദ് ശരിക്കും പറഞ്ഞാൽ തന്നെ കൊലപ്പെടുത്താൻ വരെ ആൾക്കാർ ചുറ്റി നടന്ന സന്ദർഭത്തിലും താൻ ദൈവസന്നിധിയിൽ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്ന വ്യക്തിയായിരുന്നു. രാജാവായ ശൗലിന് ദുരാത്മാവിളകുമ്പോ താൻ ദൈവസന്നിധിയിൽ സ്തോത്രം ചെയ്ത് പാട്ടുപാടി കിന്നരം വായിക്കുമ്പോഴാ ദുരാത്മാവ് അടങ്ങുന്നത്. അപ്പോൾ ഒരു സ്തോത്രത്തിനകത്ത് എന്തുമാത്രം ദൈവശക്തിയും അധികാരവും ചലിക്കുന്നുണ്ടെന്ന് ഓർത്തോണം. സ്വർഗത്തിന്റെ ഭാഷയാണ് സ്തോത്രം. ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ഒരു വാക്കാണ് സ്തോത്രം. പൗലോസും പറയുന്നു, എപ്പോഴും സന്തോഷിപ്പിൻ, ഇടവിടാതെ പ്രാർത്ഥിപ്പിൻ, എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവിൻ. അപ്പൊ ഇന്നതിന് സ്തോത്രം ചെയ്യുവിൻ എന്നല്ല, എല്ലാത്തിനും സ്തോത്രം ചെയ്യുവിൻ. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ മാത്രമല്ല നടക്കുന്നത്, ചീത്ത കാര്യങ്ങൾ മാത്രമല്ല നടക്കുന്നത്. നല്ല കാര്യങ്ങളും ചീത്ത കാര്യങ്ങളും നടക്കും. പൊതുവെ നാട്ടു നടപ്പിൽ ഇങ്ങനെ ഒരു വാക്ക് പറയാറുണ്ട്, സുഖദുഃഖ സമ്മിശ്രമാണ് ജീവിതം എന്ന്. ഞാൻ ആ വാക്കിനെ ഖണ്ഡിക്കുന്നില്ല. സുഖദുഃഖ സമ്മിശ്രമാണ് ജീവിതം. പക്ഷേ ആ സമ്മിശ്രാവസ്ഥയ്ക്കകത്ത് നമ്മൾ അതിനകത്തൊരു മിശ്രിതമായി പോകരുത്. നമ്മൾ അതിനകത്ത് സെപ്പറേറ്റ് ആയിട്ട് നിൽക്കണം, വേറിട്ട് നിൽക്കണം. അതാ വേർപാട്. സുഖം വന്നാലും ദുഃഖം വന്നാലും ഒരുപോലെ ഡീൽ ചെയ്യാൻ പറ്റുന്ന ഒരു വേറിട്ടവനാണ് ഒരു ആത്മീയൻ. സ്തോത്രം എന്ന ആയുധം കയ്യിലുള്ള ഒരു വ്യക്തിക്ക് തൻ്റെ ലൈഫിൽ എപ്പോഴും വേറിട്ട് നിൽക്കാൻ പറ്റും. ഗോലിയാത്തിന്റെ നേരെ ദാവീദ് നിന്ന സമയത്ത് ആരുടെയും മറപിടിച്ചല്ല ദാവീദ് നിന്ന്. നിങ്ങൾ നോക്കിയാൽ അറിയാം. നിങ്ങൾക്ക് ആ ഭാഗം ഒന്ന് ഇമാജിൻ ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്കറിയാം. ഗോലിയാത്ത് എന്ന മനുഷ്യന്റെ മുമ്പിൽ ദാവീദ് നിന്നപ്പോൾ ആരുടെ മറയ്ക്കൊന്നും അല്ല ദാവീദ് നിന്ന്, ആരുടെ ആയുധബലത്തിലും ഒന്നും അല്ല ദാവീദ് നിന്ന്.
ശൗലിന്റെ ആയുധം കണ്ടോ രാജകൊട്ടാരത്തിലെ സമ്പത്ത് കണ്ടിട്ടോ ഒന്നുമല്ല ദാവീദ് നിന്നെ. ദൈവവും സ്തോത്രവും ഇത് മാത്രമേ ദാവീദിന്റെ അധരത്തിനകത്തുണ്ടായിരുന്നു. വേറിട്ട് നിൽക്കുക എന്ന് പറഞ്ഞാൽ പ്രത്യേക ഒരു അഭിഷേകത്തോടെ നിൽക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. വേർപാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഒരു കാര്യത്തിന് വേണ്ടി അനോയിന്റ് ചെയ്ത് മാറ്റി നിർത്തുക എന്നാണ് അതിൻ്റെ അർത്ഥം. പ്രിയപ്പെട്ട ദൈവപൈതലേ, എവിടെയൊക്കെയോ വേറിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ, എവിടെയൊക്കെയോ വേർപാട് ആചരിക്കുന്നുണ്ടെങ്കിൽ, എവിടെയൊക്കെയോ ആരുടെയും മറ പിടിക്കാതെ നിൽക്കുന്ന ഒരു സന്ദർഭമാണെങ്കിൽ, മറ പിടിക്കാനും ആരും ഇല്ല എന്നുണ്ടെങ്കിൽ ഓർത്തോ, പ്രത്യേക ചില കാര്യത്തിന് വേണ്ടി ദൈവം നിങ്ങളെ അനോയിന്റ് ചെയ്ത് മാറ്റി നിർത്തിയിരിക്കുന്ന ഒരു വ്യക്തിയാണ്. പൗലോസിനെയും ശീലാസിനെയും ഞാൻ വിളിച്ച വേലയ്ക്കായി അവരെ അഭിഷേകം ചെയ്ത് വേർതിരിപ്പിൻ എന്ന് അവർ കൂടിയിരുന്ന് ആരാധിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൈവാത്മാവ് പറഞ്ഞേ, ശിഷ്യന്മാരെല്ലാവരും കൂടെ ആരാധിച്ചുകൊണ്ടിരുന്ന സന്ദർഭത്തിൽ ദൈവം പറഞ്ഞതാ, ഞാൻ അവരെ വിളിച്ച വേലയ്ക്ക് അവരെ അഭിഷേകം ചെയ്ത് വേർതിരിപ്പിൻ. ഒരു വേർതിരിവ് ക്രിസ്തീയ ജീവിതത്തിനകത്ത് അത്യാവശ്യമാണ്. ഒരു വേറിട്ടുള്ളൊരു നിൽക്കൽ, ഒരു പ്രത്യേക പർപ്പസിന് വേണ്ടിയിട്ട് ദൈവം ചില വ്യക്തികളെ അനോയിന്റ് ചെയ്ത് വേർതിരിച്ച് നിർത്തും. ആ സന്ദർഭത്തിൽ ഒരു പക്ഷേ നിങ്ങളുടെ ഇടം കൈയും വലം കൈയും ഒന്നും താങ്ങാൻ അഹരോനും ഹൂരും ഒന്നും ഉണ്ടാവുന്നില്ല. മോശയുടെ കൈ താങ്ങാൻ അഹരോനും ഹൂരും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ആ സന്ദർഭത്തിൽ, ഒറ്റപ്പെട്ട് നിൽക്കുന്ന സന്ദർഭത്തിൽ നിങ്ങളുടെ കൈ താങ്ങാനോ നിങ്ങളെ പിടിക്കാനോ ഒന്നും. പക്ഷെ പൗലോസ് ഒരു വാക്ക് അവിടെ പറഞ്ഞു, എപ്പോഴും സ്തോത്രം ചെയ്യുവിൻ, എപ്പോഴും സന്തോഷിപ്പിൻ, ഇടവിടാതെ പ്രാർത്ഥിപ്പിൻ, എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവിൻ, ഇതല്ലോ നിങ്ങളെക്കുറിച്ച് ക്രിസ്തു യേശുവിൽ ദൈവേഷ്ടം. ഇതല്ലോ നിങ്ങളെക്കുറിച്ച് ക്രിസ്തു യേശുവിൽ ദൈവേഷ്ടം. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാമത്തെ അധ്യായം 6-ാമത്തെ വാക്യത്തിൽ തെസ്സലോനിക്കർക്ക് ലേഖനം എഴുതിയ പൗലോസ് ഫിലിപ്പിയർക്ക് എഴുതിയപ്പോൾ ഇങ്ങനൊരു വാക്ക് പറയുന്നു, ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. സന്തോഷം നഷ്ടപ്പെടുന്ന കാരണത്തിലെ ഒന്നാണ് ഈ വിചാരം. മനസ്സിലെ സന്തോഷം നഷ്ടപ്പെടുന്ന കാരണങ്ങളിൽ ഒന്നാണ് വിചാരം. തെസ്സലോനിക്കർക്ക് എഴുതിയപ്പോൾ എല്ലാത്തിനു വേണ്ടിയും സ്തോത്രം ചെയ്യുവിൻ എന്ന് പറഞ്ഞ പൗലോസ് എന്തിനു വേണ്ടിയൊക്കെയും സ്തോത്രം ചെയ്യാം എന്ന് ഇവിടെ പറയുന്നുണ്ട്. ഫിലിപ്പിയർക്ക് ലേഖനം എഴുതിയപ്പോൾ പറയുന്നുണ്ട്, എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി സ്തോത്രം ചെയ്യാം. ദൈവത്തോട് നന്ദിയുള്ളത് കൊണ്ട് സ്തോത്രം ചെയ്യാം. നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. നമ്മുടെ അവസ്ഥകളിൽ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട്. ഞാനൊരു കാര്യം നിങ്ങളോട് പറഞ്ഞോട്ടെ, സ്തോത്രം ചെയ്യുന്ന ഒരു വ്യക്തി ആര് കേൾക്കാനാണ് സ്തോത്രം ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ, അതവൻ അറിയുന്നു എന്നുണ്ടെങ്കിൽ, അവൻ്റെ ആരാധനയെ തടയാൻ പറ്റാത്ത ഒരു പദമാണ് സ്തോത്രം. ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ പറയാറുണ്ട്, അതിനെ ക്യാൻസൽ ചെയ്ത് സംസാരിക്കാറുണ്ട്. എങ്ങനെയാ? പ്രാർത്ഥനയെ തടയുന്ന ശക്തികളുണ്ട്. എന്നാൽ തിരുവെഴുത്ത് പറയുന്നു, ഇവിടെ എവിടെയും വേറെ ഒരു പദവും നമുക്ക് കാണാൻ പറ്റത്തില്ല. സ്തോത്രത്തോടു കൂടെ ദൈവത്തോട് അറിയിക്കുക എത്ര വേണ്ടത് എന്ന് പറയുമ്പോൾ, സ്തോത്രം എന്ന വാക്കിനെ തടയുന്ന ഒരു ശക്തി, അല്ലെങ്കിൽ സ്തോത്രം എന്ന വാക്കിനെ തടയാവുന്ന ശക്തികളുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഭൂമിയിൽ നിന്ന് ഉയരേണ്ടതാണ് സ്തോത്രം. ഭൂമിയിൽ നിന്ന് ദൈവത്തിന് ബലം കൊടുക്കുന്ന ഒരു വാക്കാണ് സ്തോത്രം. മനുഷ്യപുത്രന്മാർ ഒരുമിച്ച് ദൈവത്തെ സ്തോത്രം ചെയ്യുമ്പോൾ ദൈവം ബലപ്പെടുക. അവിടെ തിരുവെഴുത്തിലുണ്ട്, സങ്കീർത്തനങ്ങളിലുണ്ട്. ദൈവത്തിന് ബലവും മഹത്വവും നമ്മൾ കൊടുക്കുക. ആ ഭൂമിയിൽ നിന്ന് ഉയരുന്ന സ്തോത്രം എന്ന പദത്തെ തടയാൻ പറ്റുന്ന ഒരു നീച ശക്തി അന്തരീക്ഷ മണ്ഡലത്തിലില്ല. കാരണം ആ സ്തോത്രത്തിന്റെ ശക്തി എങ്ങനെ വർദ്ധിക്കുമെന്നും കൂടെ പറയാം. സ്തോത്രം എന്ന പദത്തിന് അതിനർഹിക്കുന്ന മാനവും മഹത്വവും ശക്തിയും
കൊടുക്കുന്ന ഒരു മനുഷ്യനിൽ നിന്നാണ് അത് സ്വർഗത്തിലേക്ക് നമ്മൾ പുഷപ്പ് ചെയ്യുന്നതെങ്കിൽ, അത് സ്വർഗത്തിലേക്ക് നമ്മൾ കയറ്റി വിടുന്നതെങ്കിൽ, ആ മാനത്തെയോ മഹത്വത്തെയോ ശക്തിയെയോ ഒരു ദുർശക്തിക്കും തടയാൻ പറ്റത്തില്ല. സ്തോത്രത്തിന്റെ ശക്തി അത്രയും പവർഫുൾ ആയിട്ട് ഭൂമിയിൽ നിന്ന് സ്വർഗത്തിലേക്ക് വരും. നിങ്ങൾ ഭൂമിയിൽ നിന്ന് റോക്കറ്റ് വിടുന്ന കണ്ടിട്ടുണ്ടോ? ഇന്ധനം തീർന്നു പോയാലോ എന്ന് കണ്ടിട്ട് ഇവിടുന്ന് മെല്ലെ പോയി മേളിൽ ചെന്നിട്ട് സ്പീഡ് കൂടുവല്ല ചെയ്യുന്നത്. ഇവിടുന്ന് ഏറ്റവും അധികം തീവ്രത ഭൂമിയിലേക്ക് തള്ളിക്കൊണ്ടാണ് റോക്കറ്റ് സ്വർഗത്തിലേക്ക് ഉയരുന്നത്, മേലേക്ക് ഉയരുന്നത്. കണ്ടോ? ഇതുപോലാണ് സ്തോത്രത്തിന്റെ ശക്തിയും. ഇതുപോലെയാണ് സ്തോത്രത്തിന്റെ ശക്തിയും. എത്രയും തീവ്രമായി ഭൂമിയിൽ അതിനെ നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നോ, എത്രയും തീവ്രതയോടുകൂടെ നമ്മൾ അതിനെ കാണുന്നോ, ആ തീവ്രത ഒട്ടും കുറയാതെ അതേ വേഗതയിൽ അത് സ്വർഗത്തിലേക്ക് എത്തും. നിങ്ങൾ എന്താവശ്യത്തിന്, കർത്താവേ ഞാൻ ഇന്ന ആവശ്യത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഞാൻ ഒത്തിരിയും പേര് പ്രാർത്ഥിക്കുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. പിതാവേ ഇന്ന ആവശ്യത്തിനായി യേശുവിൻ്റെ നാമത്തിൽ സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഇന്ന ആവശ്യം ഞാൻ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു, യേശുവിൻ്റെ നാമത്തിൽ സ്തോത്രം, സ്തോത്രം. ഈ സ്തോത്രം മാത്രം പറഞ്ഞ് 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 പ്രാർത്ഥിക്കുന്നവരെ എനിക്കറിയാം. അന്നൊക്കെ സത്യം പറഞ്ഞാൽ എന്തുവാ, നമ്മൾ ഒരാവശ്യം പറയുകയല്ലേ വേണ്ടത്, ചുമ്മാ ഇങ്ങനെ സ്തോത്രം സ്തോത്രം പറയുവാണ് വേണ്ടത്. ഞാൻ ചിന്തിച്ചിട്ടുണ്ട് എൻ്റെ ചെറിയ നാളുകൾ, എൻ്റെ കുഞ്ഞു നാളുകളിൽ, ഞാൻ എൻ്റെ തുടക്ക സമയങ്ങളിലൊക്കെ ഞാൻ പല ചർച്ചുകളിൽ ആൻറ്റിമാരൊക്കെ എന്നെ കൊണ്ടുപോകുന്ന സന്ദർഭങ്ങളിൽ അവർ കൂടുതലും സ്തോത്രം പറയാൻ ഞാൻ കേട്ടിട്ടുണ്ട്. എന്നെ ഒരു ആൻറ്റി TPM ചർച്ചയിൽ കൊണ്ടുപോയിട്ടുണ്ട്. TPM ചർച്ചിൽ, ആ TPM ചർച്ചിൽ ഏറ്റവും കൂടുതൽ അവർ സ്തോത്രം എന്ന പദം യൂസ് ചെയ്യുന്നവരാണ്. TPM ചർച്ചുകാർ ഏറ്റവും കൂടുതൽ സ്തോത്രം ചെയ്യാൻ വേണ്ടി മാത്രം മണിക്കൂറുകൾ എടുക്കുന്നവരാണ്. എല്ലാവരും അതെ. പക്ഷേ ഞാൻ TPM കേട്ടിട്ടുള്ള കാര്യം പറഞ്ഞു. ഇപ്പോൾ സ്തോത്രം 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 തന്നെ സ്തോത്രം. അപ്പം ഞാനിങ്ങനെ ഇടവും വല്ലതും ഞാൻ ഇവിടെ ആ സമയമൊന്നും പ്രാർത്ഥിക്കത്തില്ല. ഞാൻ തിരിഞ്ഞും പിരിഞ്ഞും നോക്കും, ആൾക്കാർ ഈ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്ന ആ ഒരു പ്രായം, വളരെ ചെറിയൊരു പ്രായം. അന്നേരം തിരിഞ്ഞു പിരിഞ്ഞു അവിടെ എല്ലാവരും അവർ ശക്തിയോടെ സ്തോത്രം പറയും. അവർ സ്തോത്രം പറയുമ്പോൾ ഇന്ന് ഞാൻ അന്യഭാഷ പറയുമ്പോൾ അനുഭവിക്കുന്ന ശക്തി അവർ സ്തോത്രം പറയുമ്പോൾ അനുഭവിക്കുന്നത് ഓർത്ത് നോക്കണം. അന്നൊന്നും മനസ്സിലാവുന്നില്ല, പക്ഷെ ഇന്ന് ചില കാര്യങ്ങൾ കർത്താവ് എനിക്ക് മനസ്സിലാക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരിക അന്നത്തെ കാലം അവരെന്തുകൊണ്ട് ശക്തി ആർജിക്കുന്നു. നമ്മൾ അന്യഭാഷ പറയുമ്പോഴാണ് ഈ ശക്തി വരുന്നത്, പക്ഷെ അവർ സ്തോത്രം പറയുമ്പോൾ ആ ശക്തി വരുന്നു. അവർ മനസ്സിലാക്കിയത് കൊണ്ടാണ്, അവർ TPMകാരായതുകൊണ്ടല്ല, അവരാ ശക്തിയും സത്യവും ആഴവും മനസ്സിലാക്കിയിരിക്കണം. അതുകൊണ്ടാണ് ആ സ്തോത്രം എന്ന പദം പറയുമ്പോൾ അവർ ചാർജ് ആകുന്നു, അവർക്ക് ആ സന്തോഷം വരുന്നു, അവർക്ക് ആ ഉറപ്പ് വരുന്നു. സ്തോത്രം ചെയ്താൽ മതി എന്നവർ ചിന്തിക്കുന്നു. ഹല്ലേലൂയ. നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ അറിയിക്കുക അത്രേ വേണ്ട. സ്തോത്രത്തോടുകൂടെ ചേർത്ത് വെക്കുന്ന വിഷയങ്ങൾ ദൈവസന്നിധിയിൽ എത്തിയിരിക്കും. ആമേൻ പറയാൻ പറ്റുന്നവരെ പറയാവുള്ളൂ. സ്തോത്രം എന്ന പദത്തോടുകൂടെ ചേർത്ത് കെട്ടിവിടുന്ന വിഷയങ്ങൾ സ്വർഗത്തിൽ എത്തിയിരിക്കും. ഞാൻ യേശുവിൻ്റെ നാമത്തിൽ പറയുന്നു, ഇന്നു മുതലുള്ള പ്രാർത്ഥനകൾക്കകത്ത് സ്തോത്രത്തോടെ ദൈവസന്നിധിയിൽ അറിയിക്കുന്നു എന്ന്. സ്തോത്രത്തിൻ്റെ കൂടെ നീ അറ്റാച്ച് ചെയ്ത് വിടുന്ന പല പ്രാർത്ഥനകളും സ്വർഗത്തിൽ എത്തിയിട്ടില്ല എന്ന് സംശയിക്കരുത്. സ്തോത്രത്തോടുകൂടെ അറ്റാച്ച് ചെയ്ത് കയറ്റിവിടുന്ന എല്ലാ പ്രാർത്ഥനകളും ദൈവസന്നിധിയിൽ അറിയുന്നു. തിരുവെഴുത്ത് പറയുന്നു, നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കുക അത്രേ വേണ്ടത്. അങ്ങനെയാണെങ്കിൽ സ്തോത്രത്തോടുകൂടെ ടാഗ് ചെയ്ത് വിടുന്ന വിഷയങ്ങൾ ദൈവം അറിഞ്ഞാൽ അതിൻ്റെ മേലൊരു ദൈവപ്രവൃത്തിക്കും മറുപടിയും വെളിപ്പെട്ടിരിക്കും. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ഇങ്ങനെയും കൂടെ പറയാൻ ആഗ്രഹിക്കുന്നു. പ്രാർത്ഥന സാത്താൻ തടഞ്ഞു കാണും, ഉപവാസങ്ങൾ സാത്താൻ മുടക്കി കാണും, പ്രാർത്ഥനാ സമയങ്ങളെ സാത്താൻ കവർന്നു കാണും. പക്ഷേ സ്തോത്രം എന്ന വാക്കിന്റെ കൂടെ ചേർത്ത് ഇന്നു മുതൽ സ്വർഗത്തിലേക്ക് അയക്കുന്ന വിഷയങ്ങളെ പിശാചിന് തടയാൻ പറ്റത്തില്ല. അത് പൗലോസ് തന്നെ മർമ്മരൂപേണ ഇവിടെ പറഞ്ഞിരിക്കുന്നു. അതറിയിക്കുക അത്രേ വേണ്ടത്. ഹല്ലേലൂയ. അറിയിക്കുക അത്രേ വേണ്ടത്, അത്ര മാത്രം ചെയ്താൽ മതി. ഹല്ലേലൂയ. ചുമ്മാതാണോ ദാവീദ് ശത്രുക്കൾ പെരുകുമ്പോൾ സ്തോത്രം ചെയ്തേ? ചുമ്മാതാണോ ദാവീദ് ശത്രുക്കൾ പെരുകുമ്പോൾ പാട്ട് പാടിയത്? ചുമ്മാതാണോ ദാവീദ് ശത്രുക്കൾ പെരുകുന്ന സമയത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്ത് വിശ്വാസം ഡിക്ലെയർ ചെയ്തേ? ഹല്ലേലൂയ. നമ്മൾ അറിയുന്നില്ല പ്രിയപ്പെട്ടവരെ, സ്തോത്രം നമ്മൾ ടങ്സിൽ പ്രാർത്ഥിക്കുന്നത് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് സ്തോത്രം എന്ന വാക്ക്.
എനിക്ക് വേറെ ഒരു വാക്യവും എനിക്ക് എടുത്ത് പറയാൻ തോന്നുന്നില്ല. സ്തോത്രം എന്ന യാഗം അർപ്പിക്കുന്നവൻ എന്ന് പറയുമ്പോൾ അതൊരു യാഗമാണെന്നല്ലേ അതിന്റെ മീനിങ്. യാഗം ആർക്കാ നമ്മൾ കൊടുക്കുന്നേ? ബാലിനാണോ? യാഗം ദൈവത്തിനാണ്. അബ്രഹാം ആർക്കാ യാഗം അർപ്പിച്ച്? ദൈവത്തിനാണ്. അബ്രഹാമിന്റെ സന്തതികളാണ് നമ്മളെങ്കിൽ നമ്മളും ദൈവത്തിനായി യാഗം അർപ്പിക്കുന്നത്. അപ്പൊ സ്തോത്രം എന്ന യാഗത്തിന്റെ മൈ ഗോഡ് പവർ എത്ര വലുതാന്ന് ഓർത്ത് നോക്കിയേ. ദൈവപ്രസാദം തേടാൻ ഇനി വേറെ എന്തെങ്കിലും ചെയ്യണോ? ഞാൻ എവിടെ എത്തിയിട്ടില്ല കേട്ടോ. ഈ മെസ്സേജിന് തൊടുന്നതേ ഉള്ളൂ, തൊടാനേ ഉള്ള സമയമേ ഉള്ളൂ. നമുക്കൊരു ഡിസിഷൻ എടുത്താലോ? ഒരു ദിവസം 1/2 മണിക്കൂർ സ്തോത്രം ചെയ്യാൻ മാത്രം. നമുക്ക് നോക്കാമല്ലോ ശക്തി വർദ്ധിക്കുമോ ശക്തി ക്ഷയിക്കുമോ എന്ന്. യേശുവിന്റെ നാമത്തിൽ എപ്പോഴും സന്തോഷിപ്പിൻ, ഇടവിടാതെ പ്രാർത്ഥിപ്പിൻ, എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവിൻ. ഫിലിപ്പിയർ 4:4 പൗലോസ് പറയുന്നുണ്ട്, കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പിൻ, സന്തോഷിപ്പിൻ എന്ന് ഞാൻ പിന്നെയും പറയുന്നു. ഈ ആവർത്തനങ്ങൾ എന്തിനാ പൗലോസ് തന്നെ ആവർത്തിക്കുന്നത്? അതൊരു ഒരു ഓർമ്മപ്പെടുത്തലാണ് ശരിക്കും പറഞ്ഞത്. ആവർത്തിക്കുന്ന എന്തിനാ? സന്തോഷിപ്പിൻ. സഹോദരൻ, ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ. സങ്കടത്തിൽ പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല. അതിന് സന്തോഷിക്കാൻ പറ്റണ്ടേ പാസ്റ്ററെ എന്ന് പറയരുത്. സങ്കടത്തിൽ പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല. സന്തോഷിപ്പീൻ, സന്തോഷിപ്പീൻ എന്ന് ഞാൻ പിന്നെയും പറയുന്നു. റോമർ 12:12 പറയുന്നത് ആശയിൽ സന്തോഷിപ്പിനെന്ന. ആശയിൽ സന്തോഷിപ്പിൻ. ഈ സ്തോത്രം ചെയ്യുന്നവർക്ക് ഉള്ളിലൊരു വിശ്വാസം ഉള്ളതുകൊണ്ട് അവർ സ്തോത്രം ചെയ്യുന്നത്. പ്രാർത്ഥിക്കുന്നവർക്ക് ഉള്ളിലൊരു വിശ്വാസം ഉള്ളതുകൊണ്ട്, പ്രത്യാശ ഉള്ളതുകൊണ്ട് പ്രാർത്ഥിക്കുന്നത്. അതുപോലെ തന്നെയാണ് റോമർ 12:12 പറയുന്നത്, വിശ്വാസമുള്ളവനെ ആശയുണ്ടാകത്തുള്ളൂ, ആ ആശയിൽ സന്തോഷിപ്പിൻ. ഞാൻ ആത്മാവിലൊരു കാര്യം നിങ്ങളോട് പറയുകയാണ്. ഇന്ന് നിങ്ങൾ പല കാര്യത്തിനും ഞാൻ പറഞ്ഞതിന് ആമേൻ പറഞ്ഞു എന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ അകത്തെ മനുഷ്യനിൽ എന്തോ ഒരു വലിയ വിശ്വാസവും ആശയും പ്രത്യാശയും ഒക്കെ കിടക്കുന്നത് കൊണ്ടാണ് നിങ്ങൾ ആമേൻ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ആ ആശയിൽ നിങ്ങൾ സന്തോഷിച്ചാൽ നിശ്ചയമായിട്ട് നിങ്ങൾക്കൊരു വിടുതലുണ്ട്. നിങ്ങൾക്കൊരു വിടുതലുണ്ട്. നമുക്ക് എന്തിനൊക്കെ സന്തോഷിക്കാം, എന്തിനൊക്കെ സന്തോഷിക്കാം. ഒരു കാര്യം മാത്രം പറയാം. ലൂക്കോസ് 10:20 എങ്കിലും ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നതിലല്ല. ഈ ഒരു വാക്യം കൂടെ കേൾക്കണേ. ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നതിലല്ല, നിങ്ങളുടെ പേർ സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നതിലത്രേ സന്തോഷിപ്പിൻ. ഈ ഭൂതം കീഴടങ്ങുന്നത് ആർക്കാന്നറിയാവോ? ശ്രദ്ധിക്കണേ. ഭൂതം കീഴടങ്ങുന്നത് ആർക്കാന്നറിയാവോ? രജിസ്റ്റേർഡ് ആയിട്ടുള്ളവന്റെ കീഴിലാണ് ഭൂതം അടങ്ങുന്നത്. പറഞ്ഞ, ഞാൻ രജിസ്റ്റർ ചെയ്ത വ്യക്തിയാ, ഞാൻ രജിസ്റ്റേർഡാ. ആർക്കാ? എൻ്റെ ദൈവത്തിൻ്റെ പുസ്തകത്തിൽ, ദൈവത്തിൻ്റെ മനസ്സിൽ, ദൈവത്തിൻ്റെ ചിന്തയിൽ, കർത്താവിൻ്റെ ഉള്ളത്തിൽ രജിസ്റ്റേർഡ് ആയിട്ടുള്ളൊരു മനുഷ്യനാണ് ഞാൻ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദര സഹോദരി, ഞാൻ എപ്പോഴും ഇങ്ങനെ ചിന്തിക്കാറുണ്ട്, ഞാൻ എന്തിനാ ഇത്ര ഒച്ചത്തി സംസാരിക്കുന്നത്? ഞാൻ എന്തിനാ ഇത്ര ഒച്ചത്തി പ്രാർത്ഥിക്കുന്നത്? നമ്മുടെ സന്തോഷം കൊണ്ട്, നമ്മുടെ എന്താ പറയുക, നമ്മുടെ ഒരു ഭയങ്കരമാകും, നമ്മളിങ്ങനെ അഗ്രസീവ് ആയതുകൊണ്ട്, പ്രാർത്ഥനയിൽ അഗ്രസീവ് ആയതുകൊണ്ട് ഞാനിങ്ങനെ സംസാരിച്ച് ശീലിച്ചും പോയി. എന്നാൽ ഞാൻ രഹസ്യമായ ഒരു കാര്യം നിങ്ങളോട് പരസ്യമായി പറയാം. സ്വർഗത്തിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഒരു മനുഷ്യന്റെ മുമ്പിൽ അവൻ വായ തുറക്കാതെ ഭൂതം കീഴടങ്ങിയിരിക്കും. അറിയാവോ? നിങ്ങൾക്ക് എത്ര പേർക്ക് വിശ്വാസം ഉണ്ടെന്ന് അറിഞ്ഞുകൂടാ? എനിക്കതറിയാം, നമുക്കതറിയാം. എല്ലായിടത്തും യേശു കർത്താവ് ഒച്ചപ്പാടുണ്ടാക്കിയോ പ്രസംഗിച്ചിട്ടോ ഒന്നും അല്ല ഭൂതങ്ങൾ ഇറങ്ങിപ്പോയത്. ചിലയിടത്ത് കർത്താവിൻ്റെ പ്രസൻസിലാണ് ഭൂതങ്ങൾ ഇറങ്ങിപ്പോയത്. ഈ എന്താ പറയുന്നത്, ഈ നല്ല പെർഫ്യൂമൊക്കെ വിൽക്കുന്ന ഒരു സെൻ്റൊക്കെ വിൽക്കുന്ന ഒരു കടയിൽ ചെന്നാൽ അവിടെ കുറച്ച് സമയം നിന്നിട്ട് വരുമ്പോൾ നമ്മുടെ മേത്ത് ആ ഒരു മണം പുറത്തേക്ക് ഇങ്ങനെ കുറച്ച് നേരത്തേക്ക് സ്പ്രെഡ് ചെയ്യുന്ന പോലെ ഈ ദൈവസന്നിധിയിൽ ഇരുന്നിട്ടും സ്തോത്രം ചെയ്തിട്ടും, സ്തോത്രം എന്ന യാഗമർപ്പിക്കുന്നവൻ്റെ
യാഗമർപ്പിക്കുന്നവൻ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അവനിൽ നിന്ന് ആ നറുമണം ഇങ്ങനെ പുറത്തേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതാ ഈ പ്രസൻസ് എന്ന് പറയുന്നത്. ആ പ്രസൻസിൻ്റെ മുമ്പിൽ കീഴടങ്ങാത്ത ഭൂതങ്ങളില്ല. ഈ പ്രാർത്ഥനാ മുറിക്കകത്ത് മണിക്കൂറുകൾ ചെലവഴിക്കുന്ന പ്രിയപ്പെട്ടവരെന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങളോടാണ് ഞാൻ ഈ പറയുന്നത്. നിങ്ങൾക്കൊരു ബലവും കൂടെ ആയിരിക്കും. നമ്മൾ ഈ ദൈവസന്നിധിയിൽ മണിക്കൂറുകൾ ഇരിക്കുകയും സ്തോത്രം ചെയ്യുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തിട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ വീണ്ടും വിഷാദിച്ചിരിക്കുകയല്ല വേണ്ടത്. നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് നമ്മൾ ഹാപ്പിയാണ്. പക്ഷെ പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ വീണ്ടും നമ്മളെ നിരാശ കീഴടക്കുന്നു എന്നുണ്ടെങ്കിൽ ഈ വചനം നമുക്കുള്ള വചനമാണ്. നമുക്ക് പ്രാർത്ഥിക്കുമ്പോൾ ഭയങ്കര ഹാപ്പിയും ധൈര്യവും സന്തോഷമൊക്കെയാണ്. ആമേൻ പറഞ്ഞ് പുറത്തോട്ടിറങ്ങി കഴിഞ്ഞാൽ പഴയതിനേക്കാൾ വലിയ നിരാശയാണ്. എന്നൊന്ന് ശ്രദ്ധിച്ച് കേട്ടോണേ. ആർക്കാ കീഴടങ്ങുന്നതെന്ന് ഇവിടെ പറഞ്ഞേക്കുന്നത്. പക്ഷെ നമ്മളിപ്പോൾ ഈ വചനം വായിച്ചിട്ട് ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. ഭൂതം നമുക്ക് കീഴടങ്ങുമെന്നാണ് പറഞ്ഞത്. പക്ഷെ നമ്മൾ ഭൂതം ഇട്ട സാധനത്തിനാണ് കീഴടങ്ങിക്കൊണ്ടിരിക്കുന്നത്. വചനം എന്നാ പറയുന്നത് നോക്കിയേ. എന്നെങ്കിലും ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നതിലല്ല, നിങ്ങളുടെ പേർ സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നതിലത്രേ സന്തോഷിപ്പിൻ. സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നതിലത്രേ സന്തോഷിപ്പിൻ എന്ന് പറയുമ്പോൾ മറന്നു പോവല്ലേ നമ്മൾ പലപ്പോഴും. നമ്മുടെ പേര് സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നു, നമ്മുടെ പേര് സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നു, മറന്നു പോവല്ലേ നമ്മൾ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. ഈ പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളുടെ പേരും സഭയുടെ രജിസ്റ്ററിലുണ്ടോ ചർച്ചിലുണ്ടോ അതൊക്കെ നമുക്ക് പിന്നെ ചിന്തിക്കാം. യേശു കർത്താവിനെ നിങ്ങൾ രക്ഷകനും നാഥനും കർത്താവുമായി സ്വീകരിച്ചപ്പോൾ നമ്മുടെ പേര് സ്വർഗത്തിൽ എഴുതിയെങ്കിൽ ഞാൻ ആരുടെ അണ്ടറില്ല? ഞാൻ പറയും ഞാൻ എൻ്റെ കർത്താവിൻ്റെ അണ്ടറില്ല. നിങ്ങളും അങ്ങനെ പറയാൻ സാധ്യതയുള്ളൂ. എനിക്ക് എൻ്റെ അണ്ടറിൽ കീഴടങ്ങുന്ന ഒരു ശത്രുവിനെ കുറിച്ച്, ഒരു ശക്തിയെക്കുറിച്ച് തിരുവെഴുത്ത് പറയുന്നു, ഭൂതങ്ങൾ. ഒന്നും കൂടെ ഞാൻ അതിനെ ഒന്ന് പൊളിച്ച് സംസാരിച്ചാൽ, നിങ്ങളെ നിരാശപ്പെടുത്തുന്ന ഭൂതങ്ങളെയും, നിങ്ങളെ ദുഃഖിപ്പിക്കുന്ന ഭൂതങ്ങളെയും, നിങ്ങളെ പരിഹസിക്കുന്ന ഭൂതങ്ങളെയും, നിങ്ങളെ അവിശ്വാസത്തിൽ തള്ളിയിടുന്ന ഭൂതങ്ങളെയും, നിങ്ങളെ പാപ ജീവിതത്തിലേക്ക് പിന്നെയും ഇങ്ങനെ പ്രലോഭിപ്പിച്ച് കൊണ്ടുപോകുന്ന ഭൂതങ്ങളെയും, നിങ്ങളെ ആക്ഷേപിക്കുന്ന ഭൂതങ്ങളെയും, നിങ്ങളുടെ നന്മ തടയുന്നതും പ്രാർത്ഥനയുടെ മറുപടി തടയുന്നതും ഉയർച്ച തടയുന്നതും നിങ്ങളെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നതുമാകുന്ന സകല ഭൂതങ്ങളും കീഴടങ്ങുന്ന ഒരു വ്യക്തിയുണ്ടെങ്കിൽ അത് സ്തോത്രം ചെയ്ത് ദൈവസന്നിധിയിൽ പേരെഴുതിയിരിക്കുന്ന വ്യക്തിത്വങ്ങളാണ്. എന്റെയും നിങ്ങളുടെയും കീഴിൽ അടങ്ങേണ്ട ഭൂതങ്ങൾക്ക് കീഴടങ്ങേണ്ട വ്യക്തിത്വങ്ങളല്ല ഞാനും നിങ്ങളും. സ്തോത്രം ചെയ്യുന്നവന്റെ കീഴിൽ ഭൂതങ്ങൾ അടങ്ങിയിരിക്കും. സ്തോത്രം ചെയ്ത ദൈവസന്നിധിയിൽ പേരുണ്ടെന്ന് ഉറപ്പിക്കുന്നവന്റെ ജീവിതത്തിന്റെ മുമ്പിൽ ഭൂതങ്ങൾ കീഴടങ്ങിയിരിക്കും. എന്റെ സന്തോഷം ഭൂതം കീഴടങ്ങുന്നതിലല്ല, എന്റെ പേര് സ്വർഗത്തിൽ എക്സ്പയർ ആയി പോയിട്ടില്ല എന്നുള്ളതിലാണ്. വിശ്വസിക്കുന്ന ദൈവമക്കൾ എത്ര പേരുണ്ട്? ഹല്ലേലൂയ പറഞ്ഞവർ, സ്തോത്രം കർത്താവേ എന്ന് പറഞ്ഞവർ, യേശുവിന്റെ നാമത്തിൽ. അങ്ങനെയാണെങ്കിൽ ഇന്നു മുതൽ സ്തോത്രത്തിനകത്ത് ഭൂതങ്ങളെ കീഴടക്കുന്ന ഒരു ശക്തി വ്യാപരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ഇന്നു മുതൽ സ്തോത്രം ചെയ്യുമ്പോൾ ഭൂതങ്ങൾ വന്ന് മുട്ടുമടക്കുന്ന ഒരു സ്തോത്രം നമ്മുടെ അധരങ്ങളിൽ നിന്ന് പുറപ്പെടട്ടെ. അങ്ങനെയാണെങ്കിൽ ഇന്നു മുതൽ സ്വർഗത്തിൽ പേരെഴുതിയിരിക്കുന്നവന്റെ സന്തോഷം, സ്വർഗത്തിൽ പേരെഴുതിയിരിക്കുന്നവന്റെ ആനന്ദം, സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നവന്റെ ആരാധന ജീവിതത്തിൽ വെളിപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന എല്ലാ ദൈവമക്കളും ഒന്ന് പ്രാർത്ഥിച്ചേ. കർത്താവേ, ആ സന്തോഷം എന്റെ ജീവിതത്തിലേക്ക് ഒന്ന് നൽകണമെന്ന് പ്രാർത്ഥിച്ചേ. ആ സന്തോഷം എന്റെ ജീവിതത്തിലേക്ക് നൽകണമെന്ന് പ്രാർത്ഥിച്ചേ. ആ സന്തോഷം, സ്വർഗത്തിൽ പേരെഴുതിയിരിക്കുന്ന സന്തോഷം, സ്തോത്രം ചെയ്യാൻ എനിക്ക് അവസരം ലഭിച്ച സന്തോഷം. സ്തോത്രം ചെയ്യാൻ ദൈവം ഒരു അവസരം തന്നത് ഒരു മഹാഭാഗ്യമാണ്. സ്തുതിക്കാൻ ദൈവം ഒരു അവസരം തന്ന ഒരു മഹാഭാഗ്യമാണ്. ആ സ്തോത്രത്തിന്റെ മുമ്പിൽ അടങ്ങാത്ത ഭൂതങ്ങളില്ലെങ്കിൽ, ആ സ്തോത്രത്തിന്റെ മുമ്പിൽ ഇടിയാത്ത എരിഹോ മതിലുകളില്ലെങ്കിൽ, ആ സ്തോത്രത്തിന്റെ മുമ്പിൽ ഇടിയാത്ത തുറക്കാത്ത വാതിലുകളില്ലെങ്കിൽ, കൈവിട്ട് കളഞ്ഞ സ്തോത്രത്തെ തിരിച്ചു പിടിക്കുക. ദൈവത്തെ സ്തുതിക്കാൻ പുതിയ വാക്കുകൾ അന്വേഷിക്കേണ്ട കാര്യമില്ല. ഇന്നു മുതൽ തിരിച്ചു പിടിക്കുക. നിങ്ങളുടെ അധരത്തിൽ നിന്ന് ആരാധന നഷ്ടപ്പെട്ടോ? നിങ്ങളുടെ അധരത്തിൽ നിന്ന് സ്തുതി നഷ്ടപ്പെട്ടോ? നിങ്ങളുടെ അധരത്തിൽ നിന്ന് സന്തോഷം നഷ്ടപ്പെട്ടോ? തിരിച്ചു പിടിക്ക.
Holy Gamanagadagadara Baba Shiantare. Oh, Jesus name. തിരിച്ചു പിടിക്കുക. സ്തോത്രം പറഞ്ഞു തുടങ്ങി. ഒരു പുതിയ ശക്തി നിങ്ങളുടെ മേൽ വ്യാപരിച്ചുകൊണ്ടിരിക്കുക. ഒന്ന് സ്തോത്രം മാത്രം പറഞ്ഞേ. ഒരു പുതിയ ശക്തി നിങ്ങളുടെ മേൽ വ്യാപരിക്കുക. Oh, Jesus. സ്തോത്രം ചെയ്തു തുടങ്ങുക. Del manantiali duderugane la se Yehovae Prabhu adudare sudaraja dude de manusheliwa Situruhameli dudarajane Holy Madre Sheduda Sekhe Manudelu Bare Rajane Hallelujah Hallelujah Hallelujah, 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 Amen. Hallelujah, Hallelujah. പിതാവേ, നിങ്ങളെ ഒരുമിച്ച് ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുക. അങ്ങയുടെ മഹത്വത്തിൻ്റെ സാന്നിധ്യം, മഹത്വത്തിൻ്റെ ശക്തി, ജീവൻ ഈ ജനത്തിൻ്റെ മേൽ വർദ്ധിപ്പിക്കുക കർത്താവേ. സമ്പൂർണമായും ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ആത്മാവിൽ പണിയണമേ, ആത്മാവിൽ പണിയണമേ. സ്തോത്രത്തോടെ നിൽപ്പാൻ കൃപ ചെയ്യണം. കൂടി വന്ന ജനത്തെ ഞാൻ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ബ്ലസ് ചെയ്യുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. ദൈവമായ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. എല്ലാ ദിവസവും രാവിലെ 6:30 മണിക്കും വൈകുന്നേരം 6:30 മണിക്കും കർത്താവിൻ്റെ കൃപയാൽ ഈ ശുശ്രൂഷകൾ ഈ ചാനലിൽ നടത്തപ്പെടുന്നു. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കാം. അതിനുള്ള ID നിങ്ങൾക്ക് കാണാം. നിങ്ങൾക്ക് പ്രത്യേകിച്ച് പ്രാർത്ഥനാ വിഷയങ്ങളുണ്ടെങ്കിൽ, നിങ്ങൾക്ക് സാക്ഷ്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഞങ്ങളെ ഈ നമ്പറിൽ വാട്സാപ്പിൽ നിങ്ങൾക്ക് അറിയിക്കാം. ഞങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്കായി പ്രാർത്ഥിക്കാം. മറ്റുള്ളവരോടും കൂടെ ഈ ശുശ്രൂഷകളെക്കുറിച്ച് എല്ലാ ദൈവമക്കളും അറിയിക്കണമെന്നും കൂടെ ഞാൻ ഓർമ്മിപ്പിക്കുന്നു. നമുക്ക് അടുത്ത ദിവസം കാണാം. അതുവരെ അത്യുന്നതൻ്റെ ചിറകിൻ്റെ കീഴിൽ കർത്താവ് നമ്മെ സൂക്ഷിക്കും.